കർത്താവേ, അങ്ങയുടെ മക്കൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ശിരസുകൾ നമിച്ച് കൈകൾ കുപ്പി ഭക്ത്യാദരവോടെ ദൈവശിരസിനെ വ്യാപരിക്കുക. എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ കൈകൾ നിൻ്റെ ശിരസിൽ വിശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൈകൾ നിൻ്റെ സന്ധിബന്ധങ്ങളെ സ്പർശിക്കട്ടെ. കർത്താവിൻ്റെ കൈകൾ നിൻ്റെ മാംസപേശികളെ സ്പർശിക്കട്ടെ. കർത്താവിൻ്റെ ആണിപ്രദാർന്ന അത്ഭുത കൈകൾ സന്ധിബന്ധങ്ങളും മാംസപേശികളും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളും സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിവിധമായ രോഗങ്ങൾ, പീഡകൾ, ഭാരങ്ങൾ, തകർച്ചകളൊക്കെ വന്നിട്ടുള്ള എല്ലാ മക്കളും ഈ പ്രഭാതത്തിൽ ഈ കുരിശിൻ്റെ അടയാളത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആവേശം പ്രാപിക്കട്ടെ, ഉജ്ജ്വലമായി ഉയർത്തി നിൽക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ വലട്ടുന്ന പ്രശ്നങ്ങൾ, നീ സങ്കടത്തോടെയും ഭാരത്തോടെയും ഉത്കണ്ഠയോടെയും ഭയത്തോടെയും നോക്കിക്കാണുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, സംഭവങ്ങൾ, സംഭവസ്ഥലങ്ങൾ, ഓഫീസുകൾ, പണിയിടങ്ങൾ, തൊഴിലിടങ്ങൾ എല്ലാം ഇപ്പോഴും കർത്താവ് ഏറ്റെടുക്കട്ടെ. എൻ്റെ കർത്താവെ, അതായത് പലതരം ഉത്തരവാദിത്തങ്ങൾ ഉച്ച മുതൽ ഇന്ന് 2-3 ദിവസം ഉറങ്ങാതെ ഇരുന്നാലും ചെയ്യാത്ത ജോലിയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ജോലി കണ്ടിട്ട് വിഷമിക്കുന്നവരുണ്ട്. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ആദ്യം കൊണ്ട് പ്രഷർ കയറുന്നവരുണ്ട്. കർത്താവെ, ആരും സഹായിക്കാനുള്ളവരൊക്കെ മുട്ടായിത്ത് പറഞ്ഞ് ഓരോരോ കാലുവാരി പോയവരുണ്ട്, അതിനുള്ള ഒറ്റക്കായി പോയവരുണ്ട്. കർത്താവെ, ഇവർക്ക് ശക്തി കൊടുക്കണം, ഇവർക്ക് ആത്മധൈര്യം കൊടുക്കണം. അവർക്ക് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആവശ്യമായ, പിന്നെ അനാവശ്യമായിട്ടും ആധാർമികമായിട്ടും അനീതിപരമായിട്ടും അവരെ അലട്ടുന്ന മറ്റ് വ്യക്തികളുടെ ഉണ്ടാകുന്ന പാരവെപ്പുകൾ, അതുപോലെ തന്നെ അലട്ടലുകൾ, അതുപോലെ തന്നെ ചതിപ്രയോഗങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ, അവഗണിക്കപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശ്വദൂതന്മാർ നിനക്ക് ചുറ്റും കാവൽ നിൽക്കട്ടെ. ഇന്നത്തെ ദിവസം നീ ജയിച്ചു വരാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മക്കളെ, നമ്മളെ രസകരമായ ഒരു സന്ദേശം ആണ് കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. അതായത് ക്രിസ്തുവിനെ അറിയണത് 2 അപ്പോസ്തലന്മാർ 2 തരത്തിലാണ്. അത് ആദ്യത്തെ ഒരു അറിവുണ്ട്, അവസാനത്തെ ഒരു അറിവുണ്ട്. ആദ്യത്തെ അറിവ് പത്രോസ് കർത്താവ് കടലിന് മീതെ വരികയാണ്. മത്തായിയുടെ സുവിശേഷം 14:28 കാര്യം അപ്പം വർദ്ധിപ്പിച്ച ദിവസം രാത്രി മലയിലേക്ക് പോയി പ്രാർത്ഥിച്ച ശേഷം കർത്താവ് അപ്പോസ്തലന്മാർ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം കർത്താവ് 4 യാമത്തിൽ അപ്പോൾ ഇരുട്ടുണ്ട്, പക്ഷേ ഇടിമിന്നലുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെ നാട്ടുവെളിച്ചം, കടൽ വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചത്തിൽ ഈ കടലിന് മീതെ നടന്നു വരുന്ന ഒരാളെ കാണുന്നുണ്ട്, പക്ഷെ വ്യക്തമല്ല. അപ്പോൾ കർത്താവിന് പറയുന്നത് കർത്താവിൻ്റെ ചീകൊതിക്കും മുടിയും, കർത്താവിൻ്റെ പറക്കുന്ന ഷോളും ഉടുപ്പും, കർത്താവിൻ്റെ പൊക്കവും, കർത്താവിൻ്റെ ഒരു മാനറിസം ഒക്കെ ഉണ്ടല്ലോ നടക്കണം, അതെല്ലാം കണ്ടിട്ടാണ് പത്രോസ് ആകാര വടിവ് കണ്ടിട്ടാണ് പറയണത്. എന്താ പറയണത്? കർത്താവേ, അത് അങ്ങാണെങ്കിൽ പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ അങ്ങാണെങ്കിൽ, അതല്ലേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി, ഞാൻ വെള്ളത്തിന്റെ മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ അവൻ പറഞ്ഞു. അതായത് ഇതിൻ്റെ കർത്താവാണെന്ന് തിട്ടമല്ല, ഈ ഒരു ക്ലോസ് വെച്ചാ പുള്ളി പറയണത്. അങ്ങാണെങ്കിൽ അങ്ങ് എനിക്കറിയാം എന്താണ്. അതായത് അവിടെ വിശ്വാസങ്ങൾ ഉപരി സ്നേഹമാണ്. കാര്യം കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് കർത്താവ് പത്രോസിനെ വിളിക്കുമെന്ന് പത്രോസ് പ്രീ സപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് മുതൽ ഇവർ തമ്മിലുള്ള സ്നേഹം തുടങ്ങിയെന്നുള്ള കാര്യം ഉറപ്പായില്ലേ? എന്ത് രസമാണെന്ന സുവിശേഷം. അതായത് ഇവർ തമ്മിൽ നല്ല വൈബാണ്, നമ്മൾ പിള്ളേർ പറഞ്ഞ പോലെ നല്ല വൈബാണ്. അത് കാര്യം അങ്ങാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഒരു കുസൃതി ചോദ്യം ചോദിച്ചാൽ അങ്ങ് എന്നെ ഒഫൻഡ് ചെയ്യത്തില്ലെന്ന് ഇവൻ പ്രീ സപ്പോസ് ചെയ്യുക. എന്താണ് അങ്ങാണെങ്കിൽ? എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല ഈ ഇരുട്ടത്ത്. അങ്ങാണെങ്കിൽ, എൻ്റെ കർത്താവാണെങ്കിൽ എന്നോട് ഞാൻ ഇങ്ങനെ കുസൃതി ചോദ്യം ചോദിച്ചാലും കർത്താവ് സമ്മതിക്കും. എന്തൊരു മനപ്പൊരുത്തമാണ്, രസമല്ലേ ഇവർ തമ്മിലുള്ള ജീവിതം. അങ്ങാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ മീതെ അങ്ങയുടെ പക്കലേക്ക് വരാൻ എന്നെ വിളിക്കുമെന്ന് പറയും. അപ്പോൾ പറയും, ഈശോ ഒത്തിരി വാത്സല്യതയാണ്, വരൂ എന്നാ പറഞ്ഞത്, വരൂ, കാം. എന്ത് രസമാണ് കേൾക്കാൻ, കാം ഉടനെ വരും. വന്ന് കഴിയുമ്പോൾ പുള്ളി നല്ല ശരിക്കും അങ്ങോട്ട് ആ സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കിലങ്ങോട്ട് പുള്ളി കർത്താവിലേക്ക് നടന്ന് ചെല്ലുകയാണ്. പെട്ടെന്നാണ് പുള്ളിക്ക് ഒരു കോൺഷ്യസ് വന്നത്. എന്താണ്? റിയാലിറ്റി കോൺഷ്യസ്. എപ്പോഴും ഹൃദയത്തിൻ്റെ ഒരു പിൻബലം വേണം. എന്താ കാര്യം? അതാണ് അങ്ങാണെങ്കിൽ
എന്നെ അടുത്തേക്ക് വരാൻ നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധമേ ഒരു അറിവിൻ്റെ ആസ്പദത്തിൽ വരരുത്, മറിച്ച് ഹൃദയത്തിൻ്റെ ഒരു അറിവായിരിക്കണം, ഹൃദയത്തിൻ്റെ അറിവ്. അപ്പോൾ ഈശോ പറയും വരൂ, കം എന്ന് പറയും. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ വൈബിൽ ഈ മനുഷ്യൻ വെള്ളത്തിലേക്ക് കല്ലുപോലെ ചാടി ഇറങ്ങി അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ മനുഷ്യൻ റീസൺ വർക്ക് ചെയ്ത്, അയ്യോ ഇത് വെള്ളമാണല്ല കാറ്റാണല്ല കണ്ണത്തടിക്കണമെന്ന് പറയുമ്പോൾ ഒറ്റ പൊങ്ങ്. അപ്പം കർത്താവല്ല അങ്ങ് ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങ് ആണെങ്കിലെന്ന് പറഞ്ഞാൽ തുടങ്ങിയത്, പക്ഷേ പുള്ളി അവസാനിപ്പിച്ച വെള്ളമാണല്ലോ എന്നല്ലാണ് അതോട് വീണുപോയി. ദൈവത്തോടുള്ള ഇടപാടുകളെല്ലാം വിശ്വാസത്തെക്കാൾ ഉപരി അല്ലെങ്കിൽ ബുദ്ധിയേക്കാൾ ഉപരി സ്നേഹത്തിലായിരിക്കണം. സ്നേഹത്തിലെല്ലാം നടക്കും. സ്നേഹം എല്ലാം ക്ഷമിക്കുമെന്ന് പറഞ്ഞ പോലെ സ്നേഹമാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കും, എല്ലാം സഹിക്കും, എല്ലാം അതിജീവിക്കും. ഈ കടലിനെയും അതിജീവിക്കും. പത്രോസിൻ്റെ സ്നേഹമാണ് കടലിനെ അതിജീവിച്ചത്. പക്ഷേ ഇടയ്ക്ക് സ്നേഹം ഉള്ളപ്പോൾ തന്നെ പുള്ളി റീസൺ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് എല്ലാ അഭിഷിക്തരോടും അതുപോലെ തന്നെ എല്ലാ ആത്മീയ പ്രവർത്തകരോടും എനിക്ക് പലപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ ഈ പത്രോസിൻ്റെ ആദ്യ ലെവലില്ലേ, ആദ്യ ലെവലിൽ ഇടയ്ക്ക് ആദ്യ ഇമോഷണൽ ലെവലാണ് വർക്ക് ചെയ്യണത്. അങ്ങാണെങ്കിൽ എന്നെക്കൂടി അങ്ങോട്ട് വിളിക്കാൻ പറയും. അപ്പോൾ ഈ കാം എന്ന് പറയണത് ബുദ്ധി ഉപയോഗിച്ചല്ല പറയണത്, സ്നേഹത്തിൽ അവസാനം പറയണത്. പെട്ടെന്നാണ് ഈ മനുഷ്യൻ റീസൺ ഉപയോഗിക്കണത്. അതോടുകൂടി അവൻ ബ്ലൂമായിപ്പോയി, തളപ്പോയി. അപ്പോഴെന്താ പറയണത്, അല്പവിശ്വാസി. അപ്പോഴപ്പോൾ അവൻ്റെ സ്നേഹത്തെ കർത്താവ് കുറ്റപ്പെടുത്തണില്ല. പക്ഷെ എന്ത് പറ്റി, വിശ്വാസത്തിൽ അവൻ റീസൺ ഉപയോഗിച്ചു എന്നാണ് പറയണത്. വിശ്വാസമാണ്. വിശ്വാസത്തെ പ്രവർത്തനക്ഷമമാക്കുന്നത് ഗലാത്യർ 5:6 അനുസരിച്ചുകൊണ്ട് സ്നേഹത്താലാണ് പ്രവർത്തനക്ഷമമാക്കുന്നത്, പ്രവർത്തനനിരതമാക്കുന്നത്. അല്ലാതെ വിശ്വാസത്തെ റീസൺ കൊണ്ടല്ല പ്രവർത്തനക്ഷമമാക്കുന്നത്. ഇതുപോലെ തന്നെ തിബേരിയസിൻ്റെ തടാകത്തിൻ്റെ കരയിൽ കർത്താവ് വരുന്നില്ലേ, കർത്താവ് വരുമ്പോൾ എന്താ പറയുക, യോഹന്നാൻ എന്താ പറയണത്, ദാറ്റ് ഈസ് ലോഡ്, അങ്ങ് ആണെങ്കിലെന്നല്ല പറയണത്. അദ്ദേഹം കുറച്ചുകൂടി സ്നേഹത്തിൻ്റെ ഒരു, അതായത് ഡൗട്ടില്ലാതിരുന്നു. പിന്നെ അത് വെളിച്ചം ഇത്തിരി വെളിച്ചം, എന്നാലും അത് ഇരുട്ടത്താണെങ്കിൽ അത് ലോങ് സൈഡിൽ പറയണത് ദാറ്റ് ഈസ് ലോഡ്. എന്നുവെച്ചാൽ കുറച്ച് പത്രോസിനേക്കാൾ കുറച്ച് സംശയം മാറി യോഹന്നാന്. എന്താ പറയുക, ദാറ്റ് ഈസ് ലോഡ് എന്ന് പറയുമ്പോൾ പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. യോഹന്നാൻ 21:7 യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ, അതാണ് പ്രശ്നം. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ്. അത് കർത്താവെ അങ്ങാണെങ്കിലെന്നല്ല പറഞ്ഞത്. എന്താണ് അത് കർട്ടൻ്റെ പറയണ എന്താണ്, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. കണ്ട, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ്, ഇവിടെ പണ്ട് പരാജയപ്പെട്ട പത്രോസ് ഇവിടെ വിജയിക്കുന്നുണ്ട്. പണ്ട് പരാജയപ്പെട്ട എന്താണ്, അങ്ങാണെങ്കിൽ അങ്ങയുടെ അടുക്കിലേക്ക് വരെ എന്നെ അനുവദിക്കാൻ പറഞ്ഞ്, എന്നെ വിളിക്കാൻ പറഞ്ഞ 14:28 മത്തായി സുവിശേഷം. അപ്പോൾ ഈശോ പറഞ്ഞു കാം എന്ന് പറയുമ്പോൾ പത്രോസ് കല്ലുപോലെ സ്നേഹം കൊണ്ട് കടലിനെ കല്ലാക്കി ആ മനുഷ്യൻ നടക്കുകയാണ്. പെട്ടെന്ന് റീസൺ ഉപയോഗിച്ചു, വെള്ളം നനഞ്ഞു, കാറ്റ് കണ്ണത്തടിച്ചു, അയാൾ ബ്ലുമായി താഴെ വീണു. പക്ഷേ ഇപ്പോഴെന്താ സംഭവിക്കണത്, ഇപ്പോൾ ആ സിറ്റുവേഷൻ പത്രോസ് അതിജീവിച്ചു എന്ത് ചെയ്യണേ, യോഹന്നാൻ പറഞ്ഞു ദാറ്റ് ഈസ് ലോഡ്, അത് കർത്താവാണ്, ആണെങ്കിലല്ല ആണെന്ന് യോഹന്നാൻ പറഞ്ഞു. യോഹന്നാൻ്റെ അറിവ് ഷാർപ്പായിരിക്കണം പത്രോസിനേക്കാളും. പക്ഷേ പ്രവർത്തനത്തിൽ അറിവിനെ എന്താണ്, വിശ്വാസത്തിലെ പ്രവർത്തനക്ഷമമായ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് പത്രോസുള്ളത്. എന്താണ്, അങ്ങാണെന്ന് കേട്ടപ്പോൾ തന്നെ, പണ്ട് കടലിൽ വീണ ആളാണ്, ഇപ്പോൾ കടലോട്ട് ചാടി ആദ്യം കർത്താവിൻ്റെ അടുത്ത് ചെല്ലും. എന്താണത്, അത് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ്. അവിടെ എന്താണ്, റീസൺ ഉപയോഗിച്ചില്ല. അവിടെ യോഹന്നാനാണ് ഇത്തിരി റീസൺ ഉപയോഗിച്ചത്. കൈ നനയാതെ പുള്ളി ഉടുപ്പ് നനയാതെ അണിയത്ത് തന്നെ അവിടെ ഇരിക്കും. ഉടുപ്പ് നനയാതെ അണിയത്തിരുന്ന താക്കോല് കിട്ടത്തില്ല. താക്കോലും കൊണ്ട് പോകണവൻ ആരാണെന്ന് അറിയാമോ, സഭയെ ഏൽപ്പിക്കണ സ്നേഹത്താൽ പ്രവർത്തനക്ഷമ വിശ്വാസത്തിനാണ്. എന്നെ സ്നേഹിച്ചിരുന്ന ശിഷ്യനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കർത്താവാണ് തീരുമാനിക്കണത് തന്നെ ആരാണ് സ്നേഹിച്ചത്. അത് പത്രോസാ. അവൻ വെള്ളത്തിലേക്ക് ചാടി നനഞ്ഞ് കുത്തുന്ന അവിടെ ചെല്ലുമ്പോൾ താക്കോല് കൊടുക്കും, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ പറയും. അതാണ് സുവിശേഷം. സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം, ദൈവാനുഭവത്തിൻ്റെ ആസ്തി ഭദ്രത ഈ സ്നേഹം സ്വന്തമാക്കുമ്പോഴാണ്. ഈ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിൻ്റെ വിശ്വാസത്തിനെ സ്ഥിരീകരിക്കുന്ന സ്നേഹത്തിലായിക്കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ.
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ജ്ഞാനത്തിൽ നിന്ന് സമ്പൂർണ്ണ ജ്ഞാനത്തിലേക്ക് വ്യക്തി വളരണത്? അപ്പോഴാണല്ലോ ഉടമ്പടിയുടെ ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് നീ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനായി മാറുന്നത്. എങ്ങനെയാണ് ജ്ഞാനത്തിൽ നിന്ന് സമ്പൂർണ്ണ ജ്ഞാനത്തിലേക്ക് ഒരു വ്യക്തി കൺവേർട്ട് ചെയ്യണമെന്ന് വിശുദ്ധ പത്രോസ് പറയും. വിശുദ്ധ പത്രോസിൻ്റെ ലേഖനം, രണ്ടാമത്തെ ലേഖനം, വിശുദ്ധ പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം എന്താ പറയണത്? ഇക്കാരണത്താൽ എന്ന് പറഞ്ഞേ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടോ സുഹൃതത്തെ ജ്ഞാനം കൊണ്ടോ ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടോ ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടോ ക്ഷമയെ ഭക്തി ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടോ സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുകയും. ഇങ്ങനെയാണ് ഉടമ്പടിയുടെ ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കണം. അതിന് സ്റ്റെപ്സ് ഉണ്ട്. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കാൻ കൊളോസ്യസ് 3:10 പറയും മുമ്പ് എങ്ങനെയാണ് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ടെന്നാണ് പറയണത്. പുതിയ മനുഷ്യനാകണേ എങ്ങനെയാണ്? സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട്. ഈ സമ്പൂർണ്ണ ജ്ഞാനത്തിൻ്റെ ഘടകങ്ങളുണ്ട്. അതാണ് വിശുദ്ധ പത്രോസ് പറയണത്. 2:1 വിശുദ്ധ പത്രോസ് 2-ാമത്തെ ലേഖനത്തിലെ 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. 2 Peter 1 ഫസ്റ്റ് ചാപ്റ്റർ 5th വേഴ്സിക്കൾ എന്താ പറയണത്? ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ, നമുക്കറിയാമല്ലോ ഉടമ്പടിയിൽ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എന്താ? വിശ്വാസമാണ്. ഉടമ്പടിയിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണത് വിശ്വാസമാണ്. അതുകൊണ്ടാണ് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ വിശ്വാസം നിക്ഷേപിച്ച് കഴിയുമ്പോൾ 2-3 സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു ഇടുക്കിയിലെ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു. എന്താ ഒരു സാക്ഷ്യം പറഞ്ഞത്? എന്താ? ഞങ്ങൾക്ക് വീടില്ല, വീട് എങ്ങനെ കിട്ടുമെന്നും അറിയത്തില്ലെന്ന്. നിങ്ങൾ കേട്ടില്ലേ ആ സാക്ഷ്യം? ഞങ്ങൾക്ക് വീടില്ല, വീട് എങ്ങനെ കിട്ടുമെന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇല്ലാത്ത വീടിന് വേണ്ടി, കാണാത്ത വീടിന് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് ഉടമ്പടി ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തവർ? വിശ്വാസം നിക്ഷേപിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ആഴ്ച തന്നെ വീട് പണി തുടങ്ങി. എന്നിട്ട് എത്രയും പെട്ടെന്ന് വീട് പണി തീർന്നു. അവിടെ എന്താ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? വിശ്വാസമാണ്. ഉടമ്പടിയിൽ ആദ്യം നമ്മൾ നിക്ഷേപിക്കണത് എന്താ? ഒന്നും കണ്ടുകൊണ്ടല്ല ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ആരെ കണ്ടുകൊണ്ടാണ്? ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട്. കൈയടിച്ച് കിടത്താൻ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആവേ 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 മരിയ ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിലേ, കരകയറാനുള്ള മാർഗം ഒന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. കാര്യം ഒന്നും കാണേണ്ട കാര്യമില്ല, വിശ്വാസം ഉണ്ടായാൽ മതി. ഒന്നും കാണുന്നില്ല, കടം പരിഹരിക്കാനോ അല്ലെങ്കിൽ കര കയറാനോ നമ്മുടെ മുമ്പിൽ ഒരു ഐഡിയയുമില്ല, ബുദ്ധിയൊന്നുമില്ല, ബുദ്ധിയില യുക്തിയില ഒരു പദ്ധതി ഒന്നുമില്ല, നമ്മുടെ ഒന്നുമില്ല. ടാബുള റാസ, വെറുതെ പ്ലെയിൻ പാം, തുറന്ന കയ്യാ, ഒന്നുമില്ല, കണ്ണിലും കാണുന്നില്ല, ചിന്തയിലുമില്ല. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ ദൈവത്തെ നീ ഓർക്കണം. കാര്യം എന്താ? ദൈവം വിശ്വാസത്താൽ
ദൈവസ്നേഹത്താൽ ഇല്ലായ്മയിൽ നിന്നാണ് എല്ലാം ദൈവം ഉണ്ടാക്കിയത്. ദൈവത്തിൻ്റെ വാക്കിനെ നമ്മൾ ഓർക്കും. ദൈവത്തിൻ്റെ വാക്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് എവിടെയാണ്? ദൈവത്തിൻ്റെ വാക്കിലാണ്. അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാകണില്ലേ? ഒന്നും വേണ്ട. അതായത് നമ്മൾ ഈ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു അല്ലേ? ബൈബിൾ തുടങ്ങണത് എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞ്, ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും പറഞ്ഞ് ശൂന്യവുമായിരുന്നു. അപ്പോൾ ഒന്നുമില്ലല്ലോ അല്ലേ? ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു. ഒന്നും ഇല്ലെന്നല്ല, ഒന്നും കാണാനും പാടില്ല. എന്താ കാര്യം? ഇരുട്ടല്ലേ? ദൈവം കൽപ്പിച്ചു വെളിച്ചം ഉണ്ടാവട്ടെ. അപ്പം ദൈവത്തിൻ്റെ വാക്കിലാണ് ഇരുട്ടിൽ ഒന്നും ഇല്ലായ്മയിലുള്ള ഇരുട്ടിൽ നിന്ന് എല്ലാം ഉള്ളതുപോലെ തിരിച്ചു വരേണ്ടത്. അപ്പം എൻ്റെ മകൻ എന്ത് ചെയ്യണം? എൻ്റെ മകൾ എന്നാ ചെയ്യണം? കർത്താവേ, നിൻ്റെ വാക്കിലെല്ലാം ഉണ്ട്. നിൻ്റെ വാക്കിൽ അനാദി കാലങ്ങൾക്കുള്ള ദാനങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞേ, കർത്താവേ, നിന്റെ വാക്കിന്റെ ഉള്ളില് അനന്തകാലങ്ങളിലേക്കുള്ള വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം പ്രാപിക്കാൻ ഒന്നും കാണാത്തപ്പോഴ് ഇരുട്ട് തന്നെ കാണുമ്പോഴ് ഇരുട്ടിനുള്ളില് നിന്റെ വാഗ്ദാനം എന്നെ കാത്തിരിക്കുന്നു എന്ന വിശ്വാസത്താൽ നിന്റെ നാമത്തില് വിളിച്ചു വരുത്തുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്താൽ അഭിഷേകം ചെയ്യണമേ. ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ആദ്യം എന്താ വേണ്ടെന്നറിയാവോ? ദൈവത്തോട് സ്നേഹം വേണം. നമ്മളെ ഉടമ്പടി നിബന്ധനകളെല്ലാവേ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ഈശോയെ, എല്ലാ ഉടമ്പടി നിബന്ധനകളും അങ്ങയോടുള്ള വിശ്വാസത്താൽ പരിപാലിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആദ്യകാലമല്ല അവസാന കാലം വരെയും ഉടമ്പടി വിശ്വസ്തതയില് നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. എല്ലാവരെയും പോലെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ജീവിതത്തില് സാക്ഷിയായി ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് അർത്ഥം. സ്നേഹത്താൽ ദൈവത്തെ സീരിയസ് ആയിട്ട് എടുക്കണം. അതെന്നാ പറഞ്ഞത്? സ്നേഹത്താൽ ദൈവത്തെ ഗൗരവത്തിൽ എടുക്കുക. അതാണ് ഉടമ്പടി പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാനുള്ള. ഇപ്പം നമ്മൾ പണ്ട് എൻ്റെ അമ്മയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാ ചെയ്യുന്നറിയാവോ? ഈ പഴയ അടപ്പിലല്ലേ വിറക് വെച്ച് കഴിഞ്ഞാൽ വർഷകാലത്ത് കത്തത്തില്ല. അപ്പോൾ എന്നാ ചെയ്യും അമ്മ? ഈ പണ്ടത്തെ എണ്ണ വിളക്കുണ്ടല്ലോ, എണ്ണ വിളക്കിൽ നിന്ന് ഈ അതിൻ്റെ തിരി ഇങ്ങനെ പൊക്കിയെടുക്കും. എന്നിട്ട് ഈ മണ്ണെണ്ണ കൊണ്ടുവന്ന് ഈ വിറകലെല്ലാം തളിച്ച് വെക്കും. അപ്പോൾ ഈ വിറകയിൽ മണ്ണെണ്ണ കനിക്കത്തില്ലേ? അപ്പോൾ പെട്ടെന്ന് കത്തും, വിറക് കത്തും. നനഞ്ഞിരിക്കണ വിറകും കത്തും. ഇതുപോലെ ജീവിതത്തിൻ്റെ നനഞ്ഞ അവസ്ഥകളെ കത്തിക്കാനുള്ള പരിപാടിയാണ് ഈ എണ്ണ ഒഴിപ്പ്. എന്നാ എണ്ണ ഒഴിപ്പ് എന്ന് പറയണത്? കർത്താവിനോട് പറയണം, കർത്താവേ, സ്നേഹത്താലാണ് ഞാൻ ഉടമ്പടി പാലിക്കണത്. ഇപ്പം എന്നാ പറഞ്ഞിരിക്കണത്? ദൈവത്തെ സ്നേഹത്താൽ ഗൗരവത്തിലെടുക്കുക. ഇപ്പം നീ ദൈവത്തെ ഗൗരവത്തിൽ എടുത്തിരിക്കണത് എന്തിനാണെന്നറിയാവോ? നിൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങളാണ് നീ ദൈവത്തെ ഗൗരവത്തിൽ എടുത്തിരിക്കണത്. പ്രാർത്ഥന ആവശ്യം കഴിയുമ്പോൾ നീ ഡിസ്പോസ് ചെയ്യും. അതാണ് പ്രശ്നം.
എപ്പോഴും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, കർത്താവേ ഉടമ്പടി കഴിഞ്ഞാലും ഉടമ്പടി കാര്യങ്ങളെല്ലാം നിറവേറ്റപ്പെട്ട് കഴിഞ്ഞാലും ഞാൻ ഇന്നത്തെ അതേ വിശ്വസ്തതയും സ്നേഹവും നിന്നോട് കാണിക്കും. കാര്യം എന്തറിയാവോ, ആദ്യം ഇപ്പം നിരീക്ഷണ ക്യാമറയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ആദ്യം ഈ നിരീക്ഷണ ക്യാമറ വെച്ചിരിക്കുന്നത് ആരാ? കർത്താവാണ് വെച്ചത്. ആദ്യം നിരീക്ഷണ ക്യാമറ വെച്ചിരിക്കുന്നത് ആരാ? കർത്താവാണ്. 139 സങ്കീർത്തനം ഇല്ലേ, എന്താണ് പറഞ്ഞത്? 139:2, 139:14 എന്താണ്? നീ നിൽക്കുന്നത് ഞാൻ കാണുന്നു, അല്ലേ? നീ ചരിക്കുന്നത്, നീ കിടക്കുന്നതെല്ലാം ഞാൻ കാണുന്നു. നിരീക്ഷണമാണ്. യു ആർ അണ്ടർ ഒബ്സർവേഷൻ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്ന്. അതുപോലെ കർത്താവിൻ്റെ നിരീക്ഷണത്തിലാണ് നമ്മളെ. ഒരു ചിന്ത നിൻ്റെ 139 സങ്കീർത്തനം 14 പറയും, ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരും മുമ്പേ ഞാനത് അറിയുന്നു. എന്താ അങ്ങനെ പറയാൻ കാര്യം? അത് മതി ഉടമ്പടി പൊട്ടിപ്പോകാൻ. കാര്യം എന്താ? നീ ചിന്തിക്കണത് എന്താ? ഉടമ്പടി കാലം കഴിയുമ്പോൾ പഴയതുപോലെ സ്മോൾ അടിക്കാവുന്ന നീ ഇപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇല്ലേ? ഉടമ്പടി കാലം കഴിയുമ്പോൾ പഴയ ചുറ്റിക്കളിയൊക്കെ തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചാൽ, കലാപരിപാടിയെല്ലാം തുടങ്ങാൻ വിചാരിച്ചാലേ സംഗതി ഇപ്പം തന്നെ ഉടമ്പടി പൊട്ടും. നീ കാര്യം യു ആർ അണ്ടർ ഒബ്സർവേഷൻ. ഒരു ചിന്ത 139 സങ്കീർത്തനം 14 പറയുന്നു, ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുന്ന മുമ്പ് തന്നെ ഞാനത് നിരീക്ഷിക്കുന്നു, അറിയുന്നു. അതുകൊണ്ട് പൊട്ടങ്ങൾ കളിച്ച് വെറുതെ സമയം കളയരുത്. ഗൗരവത്തായിട്ട് എടുക്കണം ദൈവത്തെ. അപ്പം നീ ദൈവത്തോട് പറയണം, എന്താണ്? കർത്താവ്, ഞാൻ എന്ത് ഉടമ്പടിയിൽ വെറുത്തുപേക്ഷിച്ചു അത് മരണം വരെയാണെന്ന്. അല്ലാതെ കാര്യം കാണാൻ വേണ്ടിയുള്ള തരികിട പരിപാടിയല്ല, ഞാൻ ഇത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞ കർത്താവായ ദൈവമേ, ഞാൻ എന്ത് നിബന്ധന പ്രകാരം ഏറ്റെടുത്തിട്ടുണ്ടോ ഉടമ്പടി കഴിഞ്ഞോ ഞാനത് പാലിക്കും. എന്നെ സഹായിക്കണമേ. അതെന്നാ പ്രശ്നം? ഉടമ്പടിക്ക് മുമ്പ് എപ്പോഴും ഈ വിശുദ്ധീകരണമുണ്ടേ. നമ്മുടെ ഉടമ്പടി ക്ലെയിമാണല്ലോ തരണത്, അല്ലേ? നമുക്കൊരു അവകാശം തരികയാണ്. അവകാശത്തിന് മുമ്പ് ദൈവം എന്തു ചെയ്യും? ആർക്കാണ് അവകാശം കൊടുക്കണത്? വഴിയപ്പോഴവർക്കാണ്, സ്വന്തപ്പെട്ടവർക്കാണ് അവകാശം കൊടുക്കണത്. സ്വന്തമാക്കും ദൈവം. ദൈവത്തിൻ്റെ സ്വന്തമാകുമ്പോഴല്ലേ ദൈവം സാന്നിധ്യമായി കൂടെ വരണത്. വല്ലവൻ്റെയും കൂടെ നടക്കേണ്ട കാര്യമുണ്ടോ ദൈവത്തിന്? നിങ്ങൾ ശ്രദ്ധിക്കണം. അത് എപ്പോഴും യൂട്യൂബിൽ ഒരു പോസ്റ്റുണ്ട്. എന്നാ, 6 പേര് 6 ഇടങ്ങളിൽ കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി ചെയ്തവർ സാന്നിധ്യം പ്രത്യക്ഷീകരണമായി തെളിഞ്ഞു കണ്ട അനുഭവം ഒരുമിച്ചിട്ടിരിക്കുക. എന്താ കാര്യം? മരിയൻ ഉടമ്പടി ചെയ്യുമ്പോൾ മരിയൻ സാന്നിധ്യം നമുക്ക് അവകാശമാണ്. അപ്പം ചില ആൾക്കാർക്ക് ദൃശ്യമാകേണ്ടവർക്ക് ദൃശ്യമാകും, അല്ലാത്തവർക്ക് ദൃശ്യമാകുന്നില്ലെങ്കിലും അവിടെ സാന്നിധ്യമുണ്ട്. നമ്മൾ ഉടമ്പടിയുടെ വാഗ്ദാനം എന്താ? ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രോമിസ് എന്താ ഉടമ്പടിയുടെ? ഞാൻ നിൻ്റെ കൂടെ വരുമെന്നുള്ളതാ, അല്ലേ? പുറപ്പാട് 33:14 എന്താ പറയണത്? ഞാൻ നിൻ്റെ കൂടെ വരും. ഉടമ്പടി ചെയ്യുമ്പോൾ അപ്പോൾ ദൈവം കൂടെ വരുമ്പോൾ, ഞാൻ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരോട് പറയേ, നിങ്ങളെ വള്ളത്തിലിരുന്നുകൊണ്ട് ചീത്ത വർത്താനം ഒന്നും പറയരുതെന്ന് പറയും. ചില സമയത്ത് പലരും കൂടി ചെയ്യണ ജോലിയല്ലേ, വെയിലത്ത് നിന്ന് ചെയ്യണ ജോലിയല്ലേ, കടലിൽ വല്ല തണലും ഉണ്ടോ? ഭയങ്കര വെയിലല്ലേ? അപ്പോൾ അത്രയും മനുഷ്യനെ എപ്പോഴും ക്ഷമ കെട്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റഫായിട്ട് അവർ സംസാരിക്കും. ഞാൻ പറഞ്ഞു, സൗമ്യമായി സംസാരിക്കണം കടലിലെ. എന്താ കാര്യം? വെഞ്ചരിച്ച വള്ളത്തെ കർത്താവ് ഇരിപ്പുണ്ടെന്നുള്ള ബോധം ഉണ്ടാകണം. കർത്താവിന് ഇരുത്തിക്കൊണ്ട് ചീത്ത വർത്താനം പറയാൻ പറ്റുമോ? നമ്മൾ സ്വന്തം അപ്പനെപ്പോലും ഇരുത്തിക്കൊണ്ട് പറയത്തില്ല, അല്ലേ? അപ്പനോട് ഇരിക്കും, അതാണ് ഞാൻ വല്ലതും പറഞ്ഞാലോ നമ്മൾ പുറത്തേക്ക് പോകും, അല്ലേ? അതുപോലെ ഈശോനെ ഇരുത്തിക്കൊണ്ട് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും, അമ്മ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ പാപങ്ങളെക്കുറിച്ച്, ദൈവകൽപ്പനയെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇല്ലേ? ആദ്യമേ നമ്മൾ ദൈവകൽപ്പനയെക്കുറിച്ച്. അതെ, ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവേൻ. എന്തിനാ? ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് പ്രോമിസാണ് ദ പ്രസൻസ്. ഉടമ്പടിയുടെ ആത്യന്തികമായ വാഗ്ദാനം എന്താണ്? ഞാൻ നിങ്ങളുടെ കൂടെ വരും. ദൈവം നമ്മുടെ കൂടെ വരുന്ന കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ? അതുകൊണ്ടാണ് നിബന്ധനകളെല്ലാം വരണത്. 3 പാപം ഉപേക്ഷിക്കണില്ലേ? അതിൻ്റെ അടിസ്ഥാനം എന്നാ? കൊളോസ്യസ് 3:8. ഇപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ അവയെല്ലാം ദൂരെ എറിയുവേൻ. കൊളോസ്യ ലേഖനം 3:8 എന്തൊക്കെയാണ് എറിയേണ്ടത്? അമർഷം. പറഞ്ഞേ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ സംഭാഷണം തുടങ്ങിയവ വർജിക്കുവേൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോട് കൂടെ നിഷ്കാസനം ചെയ്യുവേൻ. ഇത് ആദ്യം ഉടമ്പടി ചെയ്തപ്പോഴേ എബ്രാഹത്തിനോട് പറഞ്ഞതാ. ഇതിന് മാറ്റമില്ലല്ലോ. എന്നാ പറഞ്ഞത്? നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം. സാന്നിധ്യമാണ് അവിടെ ഉദ്ദേശിക്കണത്. ഞാൻ നിൻ്റെ കൂടെ വരാമെന്നല്ല. മോസസിനോട് പറഞ്ഞത് എന്താ? പുറപ്പാട് 33:14 ഞാൻ നിങ്ങളുടെ കൂടെ വരും. പ്രസൻസ് ആണല്ലേ. എബ്രാഹത്തിനോട് പറഞ്ഞത് എന്താണ്? നീ എൻ്റെ കൂടെ ഉണ്ടാകണം. രണ്ടും ഒന്നാ ഇല്ലേ? മോസസിനോട് 33:14 പുറപ്പാട് പുസ്തകം പറഞ്ഞു, ഉടമ്പടി ചെയ്യുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ വരാം. എബ്രാഹത്തിന് ഉടമ്പടി ചെയ്തപ്പോൾ പറഞ്ഞു, നീ എൻ്റെ കൂടെ ഉണ്ടാവണം. അങ്ങനെയല്ലേ? ഉൽപ്പത്തി 17:1 നീ എൻ്റെ മുമ്പാകെ നടന്ന് കുറ്റമറ്റവനായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് കുറ്റമറ്റവനായിരിക്കാൻ കാരണം? പറയണേ എന്തുകൊണ്ടാണ്? ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകാതിരിക്കാനാണ് കുറ്റമറ്റവനാകാൻ പറയണത്. കുറ്റമറ്റവനായി തുടരുന്നത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകാൻ മാത്രമല്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പ്രാതികൂല്യങ്ങളാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ കൊല്ലമോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഈ സിംഹക്കുഴിയിൽ നിന്ന് ഇപ്പോൾ ഉടമ്പടി ചെയ്തിരിക്കുന്നവരെല്ലാവരും ഓരോരോ സിംഹക്കുഴി കിടക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ? സാമ്പത്തികമായ കടം, ജപ്തി നടപടി, പരീക്ഷയ്ക്ക് തോൽവി അല്ലേ? സ്ഥലം വിൽക്കണില്ല, ഭാഗ ഉടമ്പടി നടക്കണില്ല, ഓരോ സിംഹത്തിൻ്റെ കുഴി കിടക്കുക, പലതരത്തിൽ കിടക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ദാനിയേലിന് സിംഹക്കുഴിയിൽ സിംഹം കയറി അവനെ വിഴുങ്ങി കളയാൻ എന്താ, കടിച്ച് കയറാൻ എന്താ? അതാണ് സംഭവം. ഉടമ്പടി നിബന്ധനകളുടെ ഒന്നാമത്തെ കാര്യമാണത്. എന്തുകൊണ്ട് സിംഹം ദാനിയേലിനെ വിഴുങ്ങിയില്ല? നാളെ നിങ്ങൾ പറയും എന്തുകൊണ്ട് ജപ്തി നടപടി. ചില ആൾക്കാർ പറയേണ്ട അച്ഛാ മാർച്ച് 29-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഞാൻ നോക്കിച്ചാൽ പറയും ഇത് നടക്കത്തില്ല, കർത്താവ് ഏറ്റെടുത്തോളൂ എന്ന് പറയും. നടക്കത്തില്ല, ഈ ജപ്തി നിന്നെ വിഴുങ്ങത്തില്ല, കടച്ച് കയറത്തില്ല, നിൻ്റെ കുടുംബം കൊണ്ട് പോകത്തില്ലെന്ന് പറയും. അതെന്താ കാര്യം? ഒന്നാമത്തെ നമുക്ക് തലയെ കൈവെക്കുമ്പോൾ തന്നെ ഈ വ്യക്തി ഉടമ്പടിയോട് വിശ്വസ്തരാണെന്നറിയാം. ഒക്കട്ടാ ഒട്ടാക്കൊള്ള കിട്ടിയാൽ ഊട്ടി പോയാൽ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പൊട്ടൻ ക്രിസ്ത്യാനി വന്ന് ചെയ്യത്തില്ലേ, അതൊക്കെ തലേ കൈവെക്കത്തില്ല. കാണുമ്പോൾ തന്നെ അറിയാം അത് പൊട്ടനാണെന്ന്. വെറുതെ ചുമ്മാ കയ്യാൻ കളിക്ക് ആൾക്കാർ ഉടമ്പടി ചെയ്യണമുണ്ട്. നാത്തുമ്പോൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവളെക്കാരൻ രക്ഷപ്പെട്ട് പോയാൽ എന്ത് വിചാരിച്ചിട്ട് അസൂയ കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്യും. അതാണല്ലോ പ്രശ്നം. മലയാളിയല്ലേ പാർട്ടി നമ്മളെല്ലാവരും. നാത്തും പോയി ഉടമ്പടി ചെയ്ത് അവളെങ്ങാനും പോയി രക്ഷപ്പെട്ട് എന്നെ പിന്നെ കിടത്തി പറപ്പിക്കത്തില്ല. ഇവിടെ അവൾ വണ്ടിയൊക്കെ മേടിച്ച് വീടൊക്കെ വെച്ച് വിലസുകൾ പിന്നെ എന്നാൽ ഞാനും പോയി ചെയ്തേക്കാം, ഒക്കട്ടെന്ന് പറയും. അങ്ങനെ മത്സരം കൊണ്ട് ഉടമ്പടി ചെയ്യരുത്, വിഡ്ഢിയെന്ന് വിളിക്കും. കർത്താവിന് ഈ മത്സരക്കാരെ വിളിക്കുന്ന പേരാണ്. 2 കൊറിന്ത്യർ 10:12 പരസ്പരം താരതമ്യം ചെയ്യുന്നവർ വിഡ്ഢികളാണ്.
പോരെ? കർത്താവ് വിഡ്ഢിയെന്ന് വിളിക്കാം. 2 കൊരിന്ത്യർ 10:12 എന്താ പറയണത്? പരസ്പരം താരതമ്യം ചെയ്യുന്നവരെ അപ്പോൾ നാത്തുമാർ തമ്മിലും ഉടമ്പടി വെച്ച് പോരടിക്കേണ്ട, പോരിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഉടമ്പടി ചെയ്ത് കളയും. അങ്ങനെ ചെയ്യരുത്. എനിക്കങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാർ. കണ്ടവൻ രക്ഷപ്പെട്ട് പോകുമ്പോഴേ അത് എവിടെ പോയിട്ടാണ് അവർ രക്ഷപ്പെട്ടത്? അത് കലവൂര് പോയിട്ട്. കലവൂർ എന്നാ പരിപാടിയാണ്? അവിടെ ഒരു മാതാവുണ്ട്. പിന്നെ വിശേഷമായി. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവരും കെട്ടിയെടുത്ത് വരും. അപ്പം അങ്ങനെ മത്സരം കൊണ്ട് ഉടമ്പടി ചെയ്യരുത് പരസ്പരം. അപ്പം വിഡ്ഢിയായി പോകും, വിഡ്ഢിയായി പോകും. അപ്പം അതുകൊണ്ട് എപ്പോഴും അപ്പം എന്ത് ചെയ്താലും ഈ മത്സരം മാത്രമല്ല. ഇപ്പം നമ്മൾ വീടൊക്കെ പണിയണില്ലേ? അപ്പോൾ ഇന്നലെ ഒരു കൗൺസിലിങ്ങിൽ ഒരു ചേച്ചി വന്ന് 2 മക്കളുണ്ട്, അപ്പനും ഉണ്ട്. ഞാൻ മക്കളെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കൗൺസിലിംഗ് മക്കളെയും കൊണ്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. എന്താ കാര്യം അറിയാമോ? ഇവരോട് പറഞ്ഞ കാര്യം അവരും കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ പോകാൻ നേരത്ത് പറഞ്ഞ് അച്ഛാ ഇവന്മാർ ഇപ്പം ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു എന്നാ പറ്റി? എന്നാടാ? ഇല്ലെന്ന് പറഞ്ഞ്. അല്ല അച്ഛാ വീട് പൊളിച്ച് പണിയണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വീട് പൊളിച്ച് പണിയണം. ഞാൻ പറഞ്ഞു ഇപ്പം എത്ര മുറിയുണ്ട്? ഇപ്പം 4 മുറിയുണ്ട്. ഞാൻ അവനോട് ചോദിച്ചു നീ എന്താ നാളെ തന്നെ കെട്ടാൻ പോണാ? അവനെ പീഡിപ്പിക്കാൻ വരെ പഠിക്കണേ. അവിടെ ചോദിച്ചാൽ നീ എന്താ നാളെ തന്നെ കെട്ടാൻ പോണാ? ഇല്ലെന്ന് പറഞ്ഞേ. അപ്പോൾ എന്താ ഞാൻ അവരോട് പറഞ്ഞ ഞാൻ ഉടനെ എൻ്റെ മനസ്സിലെ അവർ പറയുമ്പോൾ തന്നെ ഈശോ പറയും എന്തുകൊണ്ടാണ് ഇവൻ വീട് പൊളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവൻ വീട് പൊളിക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം വീട് പൊളിച്ച് സ്വന്തമായിട്ട് മുറി എടുത്തിട്ട് ഇവന്മാർ കൂട്ടുകാരെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ വേണ്ടിയാണ്. എന്നിട്ട് എല്ലാം കൂടി വീഡിയോ ഗെയിമും കളിച്ചുകൊണ്ട് അകത്തിരിക്കും. എൻ്റെ അച്ഛാ സത്യം അധികം പറഞ്ഞു വെച്ചാന്ന്. എന്താ കാര്യം എന്നറിയാമോ? അതായത് ഞങ്ങളുടെ വീട് ചെറുതായത് കാരണം കൂട്ടുകാരെ വിളിച്ചോണ്ട് വരാൻ പറ്റണില്ല. പക്ഷെ കൂട്ടുകാരെ വിളിച്ചോണ്ട് വരണ കുഴപ്പമില്ല. അവിടെ ഇരുത്തി പിന്നെ വീഡിയോ ഗെയിമായി പിന്നെ അവർ മുറി അടച്ചിട്ട് ഇല്ലേ. അതിനുശേഷം പ്രാർത്ഥനയുടെ സമയത്ത് വിളിക്കുമ്പോൾ ഇപ്പോൾ വരാം എന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ വരുമ്പോൾ കർത്താവ് ഔട്ടാവും. ഇപ്പോഴുള്ള അനുഗ്രഹമൊക്കെ പോവും. അതിനാൽ കൂട്ടുകാർ വരുമ്പോഴേ എന്താ ചെയ്യുക? പ്രാർത്ഥനയുടെ സമയം പോവും, ഭക്ഷണത്തിൻ്റെ സമയം പോവും, 1ാം സ്ഥാനം കൂട്ടുകാർക്കായി മാറും. അപ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ സംസ്കാരമുള്ള മാതാപിതാക്കന്മാരല്ലേ, കൂട്ടുകാർ വരേണ്ടതല്ലേ, അവരുമായിട്ട് സംസാരിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ കാലഹരണപ്പെട്ട ആൾക്കാരാണെന്ന് പിള്ളേർ മനസ്സിലാക്കത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. ആയിക്കോട്ടെ വിചാരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിള്ളേരുടെ ആത്മാവ് മെലിഞ്ഞ് വരും. ഭക്ഷണം കിട്ടണില്ലല്ലോ, കുടുംബ പ്രാർത്ഥന നടക്കണില്ല, താമസിക്കുന്നു, കൂടുതൽ സമയം മൊബൈലിലേക്ക് പോകുന്നു, കൂടുതൽ സമയം വീഡിയോ ഗെയിമിലേക്ക് പോകുന്നു. അങ്ങനെ വന്ന് വരണ്ട് കൃപ വരണ്ട് പോകും ഇല്ലേ. അതോടുകൂടി കുടുംബത്തിൻ്റെ പല താളങ്ങളും തെറ്റും. കുടുംബത്തിൻ്റെ താളങ്ങൾ തെറ്റുമ്പോൾ വയ്യാവേലി തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാവും. പിന്നെ പതുക്കെ കുപ്പ് കുത്തും. അപകടമെന്നെ വഴി കണ്ടില്ലേ? മക്കളിലൂടെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സാത്താൻ ആദ്യം നോട്ടം വിടുന്നത് മക്കളെയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞാൽ നമ്മൾ എന്തും കേൾക്കും. കാര്യം അധികം ഇല്ലല്ലോ, 1-2 അല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മ ഉടനെ പറഞ്ഞ ഡയലോഗ് അമ്മ മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കണത്. അത് സത്യമാണ് ആ പെരിച്ചാഴി പറഞ്ഞത്. കാര്യം ഈ പണ്ടാരം മക്കൾക്ക് വേണ്ടി ജീവിച്ചാണ് ഇങ്ങനെ ആയത്. എൻ്റെ മക്കൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കണത്, ദൈവത്തിന് വേണ്ടിയാണ്. അത് നീ നിൻ്റെ ഈ പൊട്ട വിശ്വാസം ഉണ്ടല്ലോ, നീ എങ്ങാനും കർത്താവിന് കൈമാറിയാൽ പിന്നെ നിൻ്റെ ഗ്രേഡ് പോയി. നീ ജീവിക്കേണ്ട ആർക്കാണ്? ദൈവത്തിന് വേണ്ടിയാണ്. ഉടമ്പടി ചെയ്യണ ആരോടുമായിട്ടാണ്? ദൈവത്തോടാണ്. നിൻ്റെ ഒരു മകൻ അല്ലെങ്കിൽ മകള് അവൾ കുറച്ച് ചുറ്റിക്കളി തുടങ്ങി, അല്ലെങ്കിൽ അവൻ കുറച്ച് വേറെ കലാപരിപാടിയൊക്കെ തുടങ്ങി. പക്ഷേ നിൻ്റെ വിശ്വാസത്തിന് നിൻ്റെ വീട്ടിൽ കെട്ടാൻ പറ്റാത്തൊരു ബന്ധമാണ് അവൻ ചെന്ന് ചാടിയിരിക്കുന്നത്. അപ്പോൾ അമ്മ ഉടനെ എന്ത് പറയും? ഇവിടെ നടക്കത്തില്ലേട്ടാ, ഇവിടെ ദൈവത്തിന് നിരക്കാത്ത ഒരു പരിപാടി നീ ചെയ്തേക്കരുത്. അമ്മയുടെ പാട്ട് ഇപ്പം ഇതൊക്കെ ആരാ നോക്കണം, ആദ്യം അതൊക്കെ എന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കര ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അമ്മ ഒരുമാതിരിപ്പെട്ട വലിയ കൃപയൊന്നും ഇല്ലാത്ത അമ്മയാണെങ്കിൽ ആ തട്ടുകൊണ്ട് തന്നെ അവർ പോയിക്കോളും. ഇല്ല, തട്ടിയാൽ പോകാത്ത ചില അമ്മമാരുണ്ട്, അവർ തിരിച്ചു വരും. പിന്നെ സത്യമായിട്ട് പറയുകയാണ്, നിൻ്റെ ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല. ഇവിടെ കുരിശുവരെയും പ്രാർത്ഥനയുള്ള വിശുദ്ധ കുടുംബമാണ്. ഇവിടെ അതേ അരൂപിയുള്ള ആൾക്കാരും ആ വിശ്വാസമുള്ള ആൾക്കാരല്ലെങ്കിൽ വന്നാൽ എലിക്കുട്ടി സമ്മതിക്കത്തില്ല, വണ്ടി വിടാൻ പറയുമെന്ന് പറയും. അതിനാൽ എന്ത് വന്നാലും ശരിയെന്ന് പറയും. പിന്നെ ഇവനെന്നാ ചെയ്യും? ഇവൻ 5 ദിവസം ഭക്ഷണം കഴിക്കത്തില്ല അമ്മയെ തോപ്പിക്കാൻ വേണ്ടി. അപ്പോൾ എലിക്കുട്ടി എന്നാ ചെയ്യും? 5 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് അവൻ പുറത്ത് പോയി അടിക്കുന്നുണ്ടേ. നിങ്ങളിങ്ങനെ മുകളിലോട്ട് വരപ്പിക്കുന്ന പാർട്ടി ആയിരിക്കുമേ.
അപ്പോൾ നിങ്ങൾ എൻ്റെ മകൻ കഴിക്കണില്ല, പിന്നെ ഞാനെങ്ങനെ കഴിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അവസാനം 5-ാം ദിവസം ചെല്ലുമ്പോൾ മകനെ എന്നെ ആണെങ്കിലും ശരി നീ ഭക്ഷണം വന്ന് കഴിക്കുക. അപ്പോൾ എന്നെ ആണെങ്കിലും ശരിയെന്ന് പറയുമ്പോൾ അമ്മ കോംപ്രമൈസ് ചെയ്തില്ലേ തിന്മയുമായിട്ട്? തീർന്നില്ലേ പരിപാടി? മകൻ ഒരു ഉപവാസം തുടങ്ങിയപ്പോൾ അമ്മ വളഞ്ഞു. അതാണ് അമ്മയെന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ആർക്കാണ് 1-ാം സ്ഥാനം ആക്കിയിരിക്കണേ? ഇപ്പം മകനെ നീ എന്നാ വേണമെങ്കിലും കാണിക്ക്, വന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എന്നാ പറ്റി? ദൈവത്തിന് 1-ാം സ്ഥാനം പോയി. മകനാരായി? മകന് 1-ാം സ്ഥാനമായി. മകനും മകൻ്റെ മ്ലേച്ഛബന്ധങ്ങൾക്കും വിശ്വാസ ഇതരമായിട്ടുള്ള ഇടപാടുകൾക്കും നീ കോംപ്രമൈസ് ചെയ്ത് 1-ാം സ്ഥാനം കൊടുത്തപ്പോൾ മകനാരായി മാറി? വിഗ്രഹമായി മാറി. അപ്പോൾ നിൻ്റെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു? വിഗ്രഹാരാധന. ആരാണത് ചെയ്യണത്? നീയാണതിന് തിരികൊളുത്തിരിക്കണത്. അപ്പോഴാണ് നീ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോണത്. എൻ്റെ ദൈവ പൈതലേ, നീ ദൈവത്തിൽ കൃത്യമായി വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാനാണ് പ്രലോഭനം വരണത്. ഈശോ എന്നാ പറഞ്ഞത്? ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നോ. മുത്തടം ബൈബിൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് POC ബൈബിളിനോട് ചില കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്. കാരണം മുത്തടം വായിച്ചാണ് ഞാൻ വളർന്നത്. മുത്തേടൻ അച്ഛൻ ഉൾഗാത്തായി എന്ന് എടുത്തെഴുതിയ ബൈബിളിൽ പറയുന്നുണ്ട്. എന്താ പറയണമെന്ന് അറിയാവോ? ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവൻ എൻ്റെ മേൽ കാര്യമൊന്നുമില്ല, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാനാണ് അവൻ വരുന്നത്. എന്താണ് ദൈവവേദന? എന്തെങ്കിലും പ്രലോഭനം, നമ്മുടെ വിശ്വാസത്തിൽ നിരക്കാത്ത എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ്, ഒരു സംഭവം നിൻ്റെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? നീ ദൈവത്തെ അതിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നതുകൊണ്ട് അറിയാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഇടപെടലാകാം. ഇപ്പം ദൈവം അയച്ച ഒരു ദുഷ്ടാരൂപി സാവൂളിൽ അധിവസിച്ചെന്ന് എഴുതിയിട്ടില്ലേ? 2 സാമൂഹ്യം നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ തിന്മയുടെ അരൂപികൾ പോലും കടന്നു വരണത് കർത്താവിൻ്റെ അനുവാദത്തോടെ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? ജോബിനെ കണ്ടപ്പോൾ സാത്താൻ എന്നാ പറഞ്ഞത്? ജോബിനെ കണ്ടപ്പോൾ സാത്താൻ ജോബിനെ കുറിച്ച് ദൈവത്തോട് പറയണത് എന്താ? അവൻ്റെ ശരീരത്തിൽ തൊടാൻ അനുവദിച്ചാൽ അവൻ നിന്നെ തള്ളിപ്പറയണത് കാണാം. അപ്പോൾ ദൈവം പറഞ്ഞു, അവൻ്റെ ശരീരത്തിൽ തൊട്ടാലും ഭൗതിക സാഹചര്യത്തിൽ തൊട്ടാലും അവൻ എന്നെ തള്ളിപ്പറയത്തില്ല. ഉടനെ എന്നാ ചെയ്തു? മക്കളെ കൊന്നുകളഞ്ഞു. ആരുടെ മക്കളെ? ജോബിൻ്റെ മക്കളെ കൊന്നുകളഞ്ഞു. മക്കളെ കൊന്നപ്പോൾ സാത്താനാണ് കൊന്നത്, ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടി. ആണോ? ശരിയല്ലേ? അപ്പോൾ എൻ്റെ ദൈവബലം നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന മക്കൾ വഴി വരുന്ന പല കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ കൺകറൻസ് ഉണ്ട്. എന്തിനു വരുന്നു? നീ അതിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ. അതാണ് ഈശോ പറഞ്ഞത്. മക്കളെ തട്ടി. എന്നിട്ട് എന്നാ പറഞ്ഞത്? ജോബ് മക്കളെ തട്ടിയപ്പോൾ ഇടിവെട്ടുകൊണ്ട് ചത്തതാണ് മക്കൾ. എന്നാ പറഞ്ഞത്? മക്കളെ ദൈവം തന്നതാ, ദൈവം എടുത്തതാ, എനിക്ക് അതിൻ്റെ അകത്ത് ഒബ്ജക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. ദൈവമേതല്ലേ എന്തെങ്കിലും നീ ഇപ്പം എന്നാ സംഭവിച്ചിരിക്കണത്? ഇപ്പം ഈ അമ്മ 5-ാം ദിവസം പോയി അവനോട് പറഞ്ഞില്ല, നീ എന്നാ വേണേ കാണിക്കുമെന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞില്ലേ? അപ്പം എന്നാ വേണേ കാണിക്കാൻ പറഞ്ഞില്ല. ദൈവത്തെ ഉപേക്ഷിച്ചോ, വിശ്വാസം ഉപേക്ഷിക്കണോ, നിൻ്റെ പാടാവിധി വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ എന്നാ പറഞ്ഞത്? ദൈവം തന്നതാണെന്ന് ചിന്തിച്ചില്ലല്ലോ. അതല്ലേ, അത് ചിന്തിക്കാതെ നീ ജനിപ്പിച്ചതാണെന്നല്ലേ ചിന്തിച്ചിരിക്കണത്. അതുകൊണ്ടല്ലേ നിൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ നീ സങ്കടപ്പെട്ട് വന്നത്. നീ ജനിപ്പിച്ചതല്ല. എത്ര പേര് ജനിപ്പിച്ചിട്ട് ഒന്നും ഉണ്ടാവണില്ലല്ലോ. ഇപ്പം ഇന്ന് വന്നിരിക്കണ കേസ് എന്താ സാധിച്ചിരിക്കണത്? 4 പ്രാവശ്യം അബോർഷനായി. ജനിപ്പിക്കണ കൊണ്ട് കാര്യമില്ല. ഈ 10 മാസം ജനിപ്പിച്ച് വളർന്ന് വയറ്റിൽ കിടന്ന് വളർന്ന് പ്രസവിച്ച് കൈ കെട്ടിയിട്ട് കിട്ടണ്ടേ? കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം ഉണ്ടായി, ഓട്ടിസം സുഖപ്പെട്ടെന്ന്. ഞാൻ കണ്ണ് നിറഞ്ഞ് ദൈവത്തോട് നന്ദി പറഞ്ഞു. ഞാൻ കുറേ നാളായിട്ട് അമ്മയുടെ പുറകെ നടക്കണം. അമ്മേ, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, ഹൈപ്പർ ആക്ടിവിറ്റി, ഇതൊക്കെ ജനിതകമായ മസ്തിഷ്ക തകരാറാണ്. ഇതൊക്കെ മരുന്നില്ലാത്ത രോഗങ്ങളാണ്. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ കുരിശും ചോന്നുകൊണ്ട് നടക്കണം മാതാപിതാക്കന്മാർ എത്ര കാലം നടക്കേണ്ടി വരും അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു സാക്ഷ്യം വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ മക്കളെ, കൈ കിട്ടുമ്പോൾ ഓട്ടിസം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൈ കിട്ടുമ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൈ കിട്ടുമ്പോൾ ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഓർക്കുക, നീ ജനിപ്പിച്ചതാണെങ്കിൽ ശരി, പക്ഷെ ദൈവം തന്നതാണ്. ദൈവം തന്നതാണെങ്കിൽ ദൈവത്തിന് തന്നെ അത് കിട്ടണം അന്ത്യം വരെ. അതിന് ഉത്തരവാദിത്വം ആർക്കാണ്? നിനക്കാണ്. ആ ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം, മക്കൾക്കല്ല. മക്കൾക്ക് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനാണ് നീ 1-ാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ മക്കൾ നിനക്ക് നഷ്ടപ്പെടത്തില്ല. കൈയടിച്ച് കിടത്താൻ.